ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന നമുക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസ് ഉണ്ട്. മുത്തുനബി പറയാണ്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എന്റെ ഉമ്മത്തിൽ നിന്ന് വൻദോഷം ചെയ്ത ആളുകളെ പടച്ചോടിനോട് റെക്കമെൻഡ് ചെയ്ത് ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ പ്രിയപ്പെട്ടവരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എവിടെയും പരാജയപ്പെടേണ്ട കാര്യമില്ല. നാളെ റസൂലുള്ളാഹിക്ക് ലഭിക്കുന്ന ഷഫാഅത്തിന്റെ ഒരുപാട് ദറജകളുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടതാണ്. റസൂലുള്ളാഹിക്ക് മാത്രമുള്ള ഷഫാഅത്തുണ്ട്. ഷഫാഅത്തുൽ ഉലമ എന്ന് പറയുന്ന റസൂലുള്ള മഖാമ മഹ്മൂദിൽ റസൂലുള്ള മാത്രം ചെയ്യുന്ന, അത് ഹിസാബ് തുടങ്ങാനുള്ളതാണ്. മഹ്ശറയുടെ ഭയാനകതയിൽ നമ്മളൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഈ ഉമ്മത്ത് മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പ്രയാസത്തിലായിരിക്കുമ്പോൾ അള്ളാഹുന്ന് ഹിസാബ് തുടങ്ങിയാൽ ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, അത്രക്ക് പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഓരോ നബിമാരടുക്കിലേക്ക് ഒരു മനുഷ്യൻ പോകുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആദം നബി, മൂസ നബി, നൂഹ് നബി തുടങ്ങി ഓരോരുത്തരടുക്കൽ പോകുമ്പോഴും അവരൊക്കെ പറയും, ഇതിന്റെ ആള് ഞങ്ങളല്ല, ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ പ്രയാസത്തില. അവസാനം അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കലെത്തി പറയുമ്പോ അള്ളാഹിന്റെ റസൂൽ അവിടെ നടത്തുന്ന ഷഫാഅത്താണ് ഷഫാഅത്തുൽ ഉലമ. ആ സ്ഥാനമാണ് മഖാമ മഹ്മൂദ് എന്ന് പറയുന്ന സ്ഥാനം. നമ്മൾ ബാങ്കിന്റെ ശേഷം മുത്തു റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന ആ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് മാത്രമുള്ള മറ്റൊരു ഷഫാഅത്താണ് സ്വർഗ്ഗത്തിലേക്കുള്ള ആളുകളൊക്കെ വന്ന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ റസൂലുള്ളാഹിന്റെ റെക്കമെൻഡ് ആണ്. അതിന് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്ത അഷ്റഫുൽ ഖൽഖാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റസൂലുള്ളാഹിക്ക് മാത്രമുള്ള റെക്കമെൻഡ് ആണ് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം. അതാണ് റസൂലുള്ളാഹ് സുജൂദിൽ കടന്ന് അല്ലാഹുവോട് ദുആ ചെയ്ത് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നത്. അത് റസൂലുള്ളാഹിക്ക് മാത്രമുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്തു കൂട്ടിയുള്ള പാപങ്ങളൊക്കെ കുത്തിച്ചികഞ്ഞ് അന്വേഷിച്ച് ഹിസാബ് നടത്തിയാൽ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകൂലെ. പിന്നെ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ള ഷഫാഅത്ത് റസൂലുള്ളാഹിക്കുണ്ട്. അല്ലാത്ത ചില ഷഫാഅത്തുകളുണ്ട്. എങ്ങാനും നമ്മളൊക്കെ പാപം ചെയ്ത് നരകത്തിലേക്ക് കടന്നാലും ആ നരകത്തിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് പടച്ചവനെ റെക്കമെൻഡ് ചെയ്ത് സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന ഷഫാഅത്ത് അത് റസൂലുള്ളാഹിക്കുണ്ട്, അമ്പിയാക്കൾക്കുണ്ട്, സ്വാലിഹീങ്ങൾക്കുണ്ട്, മുഅ്മിനീങ്ങൾക്കുണ്ട്. പക്ഷേ ഈ ഷഫാഅത്ത് ഒക്കെ ലഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ഒരു കായിദുണ്ട്. സയ്യിദനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നബിയെ, അങ്ങയുടെ ഷഫാഅത്ത് കൊണ്ട് നാളെ ആഖിറത്തിൽ വിജയിക്കുന്ന ആളാരാണ്? അല്ലാഹുവിന്റെ റസൂൽ അബൂ ഹുറൈറ തങ്ങളെ ഒന്ന് ഉഷാറാക്കിയിട്ട്, ഈ ചോദ്യങ്ങൾ തന്നെ ചോദിക്കേണ്ടത്, നിങ്ങൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമാണ്. ബഹുമാനപ്പെട്ട റസൂൽ പറഞ്ഞു കൊടുത്തു, ഷഫാഅത്ത് കൊണ്ട് നാളെ വിജയിക്കുന്ന ആളുകൾ ഖൽബിൽ മുഖ്ലിസായ ഷഹാദത്ത് ഉറപ്പിച്ച ആളുകൾക്ക് മാത്രമേ ഷഫാഅത്തുള്ളൂ. അല്ലാഹുവിലേക്ക് ശിർക്ക് വെച്ച ആള്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ തൗഹീദിൽ കൃത്യമായ കളങ്കമില്ലാത്ത വിശ്വാസമില്ലാത്ത ആളുകൾ, അവർക്കൊന്നും ഷഫാഅത്ത് ഉണ്ടാവില്ല. കൃത്യമായ ഒരു പിഴവും ഇല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കൃത്യമായി ഇഖ്ലാസോടുകൂടി കൽബിൽ കൊണ്ട് നടന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത പാപങ്ങൾ ഒരു പ്രയാസമായി അവന്റെ മേലിൽ വരൂല. ചെറുദോഷങ്ങൾ അമലുകളെ കൊണ്ടുപോകുന്നു, വൻദോഷങ്ങൾ നമ്മൾ തൗബ ചെയ്ത് സ്വീകരിക്കാത്തതാണെങ്കിൽ പോലും പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നമ്മുടെ ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പേച്ചുപോയാൽ, ആദർശം പേച്ചുപോയാൽ ഈ ഷഫാഅത്ത് ലഭിക്കൂല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എങ്ങനെയാണോ പടച്ച റബ്ബിനെ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കേണ്ടതെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ചിട്ടുള്ള ആ വിശ്വാസത്തിൽ മരണം വരെ ജീവിക്കാൻ, ഒരു പ്രയാസത്തിലും ഈമാൻ നഷ്ടപ്പെടാതെ ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.